നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ലയൺസ് ക്ലബ്ബ് ഓഫ് ചിറക്കലിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ വെച്ച് നടന്ന ചടങ്ങ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺസ് CA ശിവപ്രസാദ് KA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ലബ്ബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. This club is started during the year 2016-17 during my governorship, and I am proud that Lions Club of Chirakkal is sponsored by my home club, Lions Club of Kannur. 9 years have been completed, and this club is entering to the 10th year. ലയൺസ് ക്ലബ്ബ് ഓഫ് ചിറക്കലിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിനും പുതിയ അംഗങ്ങളെ ക്ലബിലേക്ക് സ്വീകരിക്കുന്നതിനും ശിവപ്രസാദ് KA നേതൃത്വം നൽകി. പ്രസിഡന്റായി ലയൺ OC ഉല്ലാൻസിനെയും സെക്രട്ടറിയായി P പ്രമോദും ട്രഷററായി T മനോജും ചുമതലയേറ്റു. 2016 ആരംഭിച്ച ചിറക്കൽ ലയൺസ് ക്ലബ്ബിൽ 2021 വർഷമാണ് ഞാൻ ഇതിലൊരു മെമ്പറായിട്ട് വരുന്നത്. അതിനുശേഷം ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഞാൻ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2023-24 വർഷം ക്ലബിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ആ അവസരത്തിൽ പ്രസിഡൻ്റായിട്ടുണ്ടായത് നമ്മുടെ പ്രിയപ്പെട്ട ക്ലബിൻ്റെ എല്ലാമായിട്ടുള്ള ലയൺ ഗൗതമേട്ടനാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഒരു വർഷം അദ്ദേഹം ഒരു സ്ഥാനം ഏറ്റെടുത്താൽ ആ സ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും അത് എത്ര കൃത്യതയോടെ ചെയ്യണമെന്നും അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന ഒരു വർഷവും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്ത ഈ സ്ഥാനം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് നിറവേറ്റാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുമാരി ലക്ഷ്മികയുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. GLT കോർഡിനേറ്റർ M വിനോദ് ഭട്ടതിരിപ്പാട്, ഡിസ്ട്രിക്ട് സെക്രട്ടറി M വിനോദ് കുമാർ, ഹങ്ങർ പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ KPT ജലീൽ, ഡോക്ടർ പുരുഷോത്തം ബാസപ്പ, അഡ്വക്കേറ്റ് കവിത ഗോപിനാഥ് എന്നിവർ ആശംസയറിയിച്ച് സംസാരിച്ചു. സെക്രട്ടറി അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. OV അജിത് കുമാർ സ്വാഗതവും K പ്രമോദ് നന്ദിയും പറഞ്ഞു. ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.